നമ്മളെ കാണിക്കില്ല, നമ്മൾ അവന്റെ മാതാപിതാക്കളല്ലേ. നീ ഇങ്ങനെ പൊട്ടി വിടരണ്ട. നമ്മളെപ്പോഴാടാ പോണത്? നമ്മള് പോണില്ല, ഞാൻ പോയിക്കോളാ. നീ പോയിക്കോളാന്നാ? അല്ല, ഞാൻ പോയിക്കോളാ. എടാ, മാതാപിതാക്കള് വേണ്ടേ കൂടെ? അച്ഛനമ്മീ വരണ്ട. അതെന്താ കുഴപ്പം? വരണ്ട. കാരണം പിന്നെ ടിവിയിൽ കാണിക്കാൻ പറ്റിയ കോല രണ്ടിന്റെ. ഞങ്ങളെ എന്താടാ ഞങ്ങൾക്കൊരു കുഴപ്പം? പിന്നെ കറുത്ത് കരിമുട്ടി പോലെ ഉണ്ട്. ഞങ്ങളെ കാണുന്നല്ലേ എടാ ചെറുക്ക, അവര് അവിടെ ചോദിക്കും നിന്നെ പറ്റിയൊക്കെ. അപ്പൊ ഞങ്ങള് നല്ല പൊക്കിയൊക്കെ പറയണ്ടേ നിന്നെ? രാവിലെ എഴുന്നേറ്റ് പഠിക്കും എന്നൊക്കെ പറയാം. എന്റെ അച്ഛ ആദ്യം ബ്യൂട്ടി പാർലറൊക്കെ പോയിട്ട് ഒന്ന് വെളുത്ത് തുടിക്കാൻ നോക്കി, എന്നിട്ട് നമുക്ക് ആലോചിക്കാം കേട്ടോ. ചെക്കന്റെ വർത്താനം കേട്ടാണല്ലോ ഞാൻ മൗനല്ലെന്ന് വിചാരിച്ചൊന്നും പറയാണ്ടിരുന്ന. ആ ഷർട്ടൂരി നോക്കണ മുരിയാക്കോല് പോലെ നീരിക്കണത്. അതുകൊണ്ടൊക്കെ തന്നെയാ ഇതൊക്കെയാ പ്രശ്നം. ഇതുപോലെ കൾച്ചർ ഇല്ലാത്ത മേസ്ത്രിമാരോട് എന്തിനാ ജോലിക്ക് നിൽക്കുന്നത്? അവിടുത്തെ മിണ്ടാതിരിക്കാൻ പറയോ? അവർ ഭയങ്കര തേപ്പുകാരാടോ. എങ്ങനെയാ തേപ്പുകാരനായത്? സിമ്പിൾ എങ്ങനെയാ തേപ്പുകാരനായത്? Shut up your mouth. You stop it. Stop. Kalpana Chawla was born in Karnal, a small town in Haryana. She belonged to a middle class family. One day when Rakesh was walked home. Shut up your mouth. Sandra, stop. No Sandra. Shanda, മച്ചാട് ശാന്ത. എന്റെ പണി സൈറ്റിലെ എന്റെ കൂടെ നിന്ന് പണി ചെയ്തുകൊണ്ടാണവള്. ഇവള് സദാസമയം ഫോണിൽ കുത്തി ഇരുന്ന് നിങ്ങളെ വളച്ചിട്ടു. എന്നിട്ട് കുറച്ച് പുത്തൻ പൈസ ആയപ്പോ മേസ്ത്രി പണിക്കാർ നിനക്ക് പുച്ഛം അല്ലേടി? സാൻഡ്ര ഞെട്ട്. എന്തിന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടണം. എനിക്ക് എത്തേണ്ട കാര്യമില്ല. അവള് ശാന്തയാണെന്നും അവൾക്ക് മൈക്കാട് പണിയാണെന്ന് അറിഞ്ഞിട്ടും തന്നെയാണ് ഈ പാവത്തിനെ ഞാൻ മാരേജ് ചെയ്തത്. എല്ലാവർക്കും എന്നെ പോലെ വായിൽ സ്വർണ്ണക്കരണ്ടി വെച്ച് ജനിക്കാൻ പറ്റില്ലല്ലോ. അയ്യോ, ഞാൻ മൈക്കാട്ടുകാരിയെന്ന് അറിയായിരുന്നോ? എന്താ എന്നോട് പറയാഞ്ഞത്? സർപ്രൈസ്. പിന്നെ സാൻഡ്ര, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു തൊഴിലും നമ്മൾ ചെറുതാക്കി കാണാൻ പാടില്ല. എല്ലാ തൊഴിലിനും അതിന്റേതായ മഹത്വമുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഇനി മേലിൽ ആവർത്തിക്കരുത്. ശാന്ത വന്നടി. എന്തിനാ അവരുടെ ഹിന്ദിയിലുള്ള പ്രസംഗം മലയാളത്തിലോട്ട് തർജ്ജിമ ചെയ്യാനായിട്ട് ഇവിടെ നിന്ന് ഒരാൾ വേണം, ഒരു വനിത വേണം. ട്രാൻസ്ലേറ്റർ. ആ വനിതയെ ഇന്ന് ഞങ്ങളുടെ പ്രീഡിറ്റി പാർട്ടി ഫിക്സ് ചെയ്തു. ആ വനിത ഈ വീട്ടിൽ നിന്നാണ്. ഞാനാ പിന്നെ സാക്ഷാൽ ദേ തങ്കം. പിന്നെ നീ അല്ലാതെ ഹിന്ദിയാ? എന്ത് ഹിന്ദിയാ? എന്റെ പൊന്നു ഡാഡി, ഹിന്ദിയിൽ കലോ എന്ന് പറഞ്ഞ അടുക്കളയിൽ പോയി കലോ എടുത്തോണ്ട് വരുന്ന ആളാണ്. ചുപ്. നീ എന്ത് വിചാരിച്ചു എനിക്ക് ഹിന്ദി അറിയാൻ പാടില്ലെന്നാ? ലടുക്കി ആകെ 2 വാക്കറിയാം. മതി അത്രയൊക്കെ. ഞങ്ങളെ വയസ്സായ ടീമുകളെ നീ ഒരുപാട് കയറി മേൽ കേട്ടാ. നിന്റെയൊക്കെ ഇപ്പോഴത്തെ നിനക്കെല്ലാം ഇംഗ്ലീഷും അറിഞ്ഞൂടാ, ഹിന്ദി അറിഞ്ഞൂടാ, മലയാളം നേരെ പറയാൻ അറിഞ്ഞൂടാ. അവൻ രാവിലെ എണീറ്റ് ഉടനെ അവൻ ആദ്യം പാല് കൊടുക്കണം. പിന്നെ ഒരു 10-10:30 ആവുമ്പോ ചോറ് ചോദിച്ചിട്ട് വരും. ചോറ് കൊടുക്കണ്ട, പാലും ബിസ്ക്കറ്റും തന്നെ കൊടുത്താൽ മതി. പിന്നെ അമ്മ കുളിപ്പിക്കുമ്പോ അവനെ പൈപ്പ് വെള്ളത്തിൽ കുളിപ്പിക്കരുത്, കിണറ്റ് വെള്ളത്തിൽ തന്നെ കുളിപ്പിക്കണം. പനി വരും അവന്. പിന്നെ തല തോർത്താൻ അവൻ ഇരുന്ന് തരില്ല. അത് അമ്മ കാര്യമായിട്ട് തോന്നണം. പിന്നെ ഉച്ചയ്ക്ക് മുട്ടയോ മീനോ എന്ത് വേണമെങ്കിലും കൊടുത്തോ, കുഴപ്പമില്ല. വൈകുന്നേരം പാലും ബിസ്ക്കറ്റും, രാത്രി പാൽക്കഞ്ഞി മറക്കരുത് കേട്ടോ. ഞാൻ മറക്കില്ല മോളെ, എനിക്ക് അറിയില്ലേ. നന്നായി നോക്കണേ അമ്മ. അല്ല, ഇവളുടെ പട്ടിക്കുട്ടിയാ. ഇവരുടെ പട്ടിയായിട്ട് ജനിച്ചാ മതിയായിരുന്നു. പേരപ്പന്റെ ജന്മം കറക്റ്റാ, പക്ഷെ വീട് മാറി. ശരിയാ, പന്നിക്കുട്ടിലല്ലേ വന്ന് പെട്ടേക്കണേ. കറക്റ്റ് സംഭവം.